നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനോധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിയായ ഏകാദശ സ്കന്ധം 10-ാം അധ്യായം. ഇനി 31-ാമത്തെ അല്ലേ? അതെ സാർ. ഏകാദശ സ്കന്ധം അധ്യായം 10 ശ്ലോകം 31. ഗുണാസൃജന്തി കർമാണി ഗുണോനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ പുംസേ കർമ്മഫലന്യസോ. ഗുണാഃ സൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ പുംസേ കർമ്മഫലാനി അസോ. ഗുണാഹ എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്നാണ്. രണ്ടർത്ഥം ഉണ്ടായതിന് അതിലൊന്ന് ഇന്ദ്രിയങ്ങൾ എന്നാണ്. ഗുണാഹ കർമാണി സൃജന്തി, ഇന്ദ്രിയങ്ങൾ കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ എന്ന രണ്ട് വിഭാഗം ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ടാണ് സമസ്ത കർമ്മങ്ങളും ചെയ്യുന്നത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊക്കെ ഓരോ കർമ്മം ചെയ്യാം. കയ്യ്, കാല്, ഇതൊക്കെ ഓരോ കർമ്മം ചെയ്യാം. ഗുണാഹ കർമാണി സൃജന്തി ഗുണോ അനുസൃജതേ കർമ്മം. ഈ കർമ്മങ്ങൾ ഗുണങ്ങളെ, സത്വാദി ഗുണം ഇന്ദ്രിയങ്ങളെ അനുസൃജതയെ പ്രേരിപ്പിക്കുന്നു. ഗുണോ ഗുണാൻ അനുസൃജത്തെ, സത്വാദികളായ ഗുണങ്ങൾ ഗുണാൻ ഇന്ദ്രിയങ്ങളെ അനുസൃജതയെ പ്രേരിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ഗുണങ്ങൾ ഇന്ദ്രിയങ്ങളെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. ഓരോവിധ കർമ്മങ്ങൾക്കും പ്രേരണ നൽകുന്നത് അവരവരുടെ ഉള്ളിൽ ശാശ്വതമായി നിലനിൽക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളാണ്. അതിന്റെ പ്രേരണ കൊണ്ടാണ് ഓരോരുത്തർ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് നല്ല നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും രണ്ടും ചേരുന്ന കർമ്മങ്ങളും സത്വവും രജസും തമസുമായ കർമ്മങ്ങൾ ചെയ്യും. ഈ വസ്തു ഗുണസംയുക്തോ, ജീവനാകട്ടെ ഗുണങ്ങളിൽ ഇന്ദ്രിയങ്ങളിൽ സംയുക്തനാണ്. ഇന്ദ്രിയങ്ങളോട് കൂടിച്ചേർന്നിട്ട് ജീവസ്തു ഗുണസംയുക്തോ ഭുങ്ക്തേ ഭുജിക്കുന്നു കർമ്മഫലാനി അസൗ. അസൗ അവൻ കർമ്മഫലങ്ങളെ ഭുങ്ക്തേ അനുഭവിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കിയാണ്. നമ്മളൊരു വിഷയം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഉപസംഹരിച്ചതാണ്. പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം എന്ന രണ്ട് മാർഗങ്ങളുണ്ടെന്നും അതിലെ പ്രവൃത്തി മാർഗം മനുഷ്യജീവിതത്തിൽ ഓരോതരം ദുഃഖങ്ങളും വിഷമതകളും അനർത്ഥങ്ങളും ഉണ്ടാക്കാൻ കാരണമാണ് ഈ പ്രവൃത്തി മാർഗമെന്നും അതുകൊണ്ട് അതിനോട് വിരക്തി തോന്നിച്ചിട്ട് ഈശ്വരനെ ഭജിക്കുന്നതാണ് ഉത്തമം. അത് നിവൃത്തി മാർഗമാണ്. ഈ പ്രവൃത്തി മാർഗത്തിൽ നിന്നും വിരക്തി വന്ന് പിന്തിരിഞ്ഞ് നിവൃത്തി മാർഗത്തെ സ്വീകരിക്കണം. അങ്ങനെ വേണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ വെച്ചാൽ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളെയും നിയന്ത്രിക്കാൻ ഒരു ഈശ്വരനുണ്ട് എന്ന് മുകളിൽ സ്ഥാപിച്ചു. ഈ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങളിൽ കൂടി ഓരോ പ്രവൃത്തിക്കും കാരണമായിരിക്കുന്ന ഒരു ഈശ്വര ശക്തി അതിൻ്റെ അകത്തുണ്ട് എന്ന് കാണിച്ചു. അതുകൊണ്ട് ഈ പ്രവൃത്തി മാർഗം സ്വീകരിക്കണം എന്ന് പറയുന്ന മീമാംസകന്മാരുടെ മതത്തെ ഖണ്ഡിച്ചു കൊടുത്തു.
അവര് പറയുന്ന പ്രവൃത്തി മാർഗം മാത്രമേ ഉള്ളൂ. ജീവനാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഫലം അനുഭവിക്കുന്നതും ജീവനാണ്. അതിന്റെ മുകളിൽ ഒരു ഈശ്വര സത്തയില്ല. നിവൃത്തി മാർഗം എന്നൊരു മാർഗവും ഇല്ല. ജീവനാണ് കർമ്മം ചെയ്യുന്നത്. ജീവന്റെ പ്രേരണ കൊണ്ട് ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു. അതിന് ഗുണങ്ങൾ കാരണമാകുന്നു. ഇതല്ലാതെ അതിന്റെ മുകളിലേക്കില്ല എന്ന് മീമാംസകന്മാരുടെ വാദത്തെ മുമ്പുള്ള 6-8 ശ്ലോകം കൊണ്ട് ഇവിടെ ഖണ്ഡിച്ചു തീർത്ത വിഷയമാണ് അവതരിപ്പിച്ച് കഴിഞ്ഞത്. ഇതാണ്. എന്നിട്ട് ഇനിയും മീമാംസകന്മാരുടെ രണ്ടാമത്തെ വാദം എടുക്കുകയാണ്. എന്താണ് അവരുടെ രണ്ടാമത്തെ വാദം? കർത്തൃത്വം ഭോക്തൃത്വം എന്ന അവസ്ഥ. ഈ രണ്ടവസ്ഥയുണ്ട്. നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗവും പോലെ തന്നെ കർത്തൃത്വം ഭോക്തൃത്വം. കർത്തൃത്വം ചെയ്യുന്ന ഞാനാണ് എന്നുള്ള അവസ്ഥ, അനുഭവിക്കുന്നതും ഞാനാണ് എന്നുള്ള അവസ്ഥ. ഈ രണ്ടെണ്ണം. അങ്ങനെ കർത്തൃത്വവും ഭോക്തൃത്വവും എന്ന അവസ്ഥ അത് സ്ഥിരമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അത് ഭ്രമമല്ല, അതൊരു തോന്നലല്ല, അതൊരു ഭ്രമമല്ല എന്നുള്ള മീമാംസകന്മാരുടെ വാദത്തെ ഇവിടെ ഖണ്ഡിക്കാം. മുമ്പ് മീമാംസകന്മാർ വാദിച്ചു കൊണ്ടുവന്നത് ഇത് രണ്ടും രണ്ടിലല്ല. അതുകൊണ്ട് ഈ കർത്തൃത്വവും ഭോക്തൃത്വവും തൽക്കാല അനുഭവം കൊണ്ടുണ്ടാക്കിയെടുക്കുന്നതല്ല, അത് ജീവിതത്തിൽ സ്ഥിരമാണ് എന്ന് പറഞ്ഞ ഭാഗത്തെ ഖണ്ഡിക്കുകയാണ്. എങ്ങനെ? കർത്താവായും ഭോക്താവായും ഇരിക്കുന്നത് ആത്മാവല്ല. കർത്താവായും ഭോക്താവായും ഇരിക്കുന്നത് ആത്മാവല്ല. ഒരാൾ കർത്താവാകുന്നു, മറ്റൊരാൾ ഭോക്താവാകുന്നു. എന്തെന്നാൽ സത്വാദി ഗുണങ്ങളുടെ അവിടെയാണ് ഈ ശ്ലോകം ആരംഭിക്കുന്നത്. ഈ ശ്ലോകത്തിന് ആമുഖമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. സത്വാദികളായ ഗുണകാര്യങ്ങളെ കൊണ്ട്, സത്വരജസ്തമസ് എന്ന ഗുണകാര്യങ്ങളെ കൊണ്ട് ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു. ശരിയാണ്. ആത്മാവല്ല ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട് ഒരു പ്രവർത്തകത്വം കൊണ്ട് ആത്മാവ് കർത്താവ് എന്ന് ശങ്കിക്കണ്ട. ആത്മാവിൽ കർത്തൃത്വം ആരോപിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാൻ പുറപ്പെടുകയാണ്. ഈ പ്രചോദകൻ എന്നുള്ള മട്ടിൽ ഒരു കർത്തൃത്വം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല. കാരണം സതും സത്വാദി ഗുണങ്ങൾ തന്നെയാണ്. ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതും ആത്മാവല്ല, സത്വാദി ഗുണങ്ങളാണ്. അതുകൊണ്ട് കർത്തൃത്വം ആത്മാവിനില്ല. ഇന്ദ്രിയങ്ങളെ താനെന്ന് അഭിമാനിച്ചതുകൊണ്ട് ഭോക്തൃത്വവും ആത്മാവിനില്ല. അത് ഔപാധികമാണ്. ഉപാധിയെക്കുറിച്ചുള്ള ഒരു അഭിമാനം കൊണ്ട് ഭോക്തൃത്വവും വസ്തുതയില്ല. ആത്മാവിന് ഇത് രണ്ടും ഇല്ല എന്ന് കാണിക്കാൻ പുറപ്പെടുകയാണ്. മീമാംസകന്മാർ പറഞ്ഞത് ഇതൊരു ഭ്രമമാണ്, ഒരു തോന്നലാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ചെയ്യുന്നത് ജീവാത്മാവ് തന്നെ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടുവന്ന്. അതിൻ്റെ അപ്പുറത്തൊരു ഈശ്വരനില്ല എന്ന്. അതിനെ ഖണ്ഡിക്കാൻ പുറപ്പെട്ടിട്ട് പറഞ്ഞു, ഗുണങ്ങളാണ്, ഇന്ദ്രിയങ്ങളാണ് കർമ്മങ്ങളെ ഉണ്ടാക്കുന്നത്. സത്വാദി ഗുണങ്ങളാണ് ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഈ ജീവനാകട്ടെ ഇന്ദ്രിയത്തിലെ അഭിമാനത്തോട് കൂടിയിട്ട് കർമ്മഫലങ്ങളെ അനുഭവിക്കും. അപ്പോൾ ഇവിടെ ഈ ഭോക്തൃത്വം വാസ്തവത്തിൽ ഈ ജീവാത്മാവിനാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഗുണങ്ങളിലൂടെ ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കുന്ന ജീവാത്മാവാണ്, ഈശ്വരൻ അല്ല. ഇനിയും ഈ ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും കർമ്മവും കർമ്മഫലവുമൊക്കെ ജീവാത്മാവ് എന്നുള്ള ഒരു ഉപാധി ഉള്ളത് കൊണ്ടാണ്. ആ ഉപാധിയെക്കുറിച്ചുള്ള അഭിമാനമാണ് വാസ്തവത്തിൽ കർത്തൃത്വം ഭോക്തൃത്വം.
കൊണ്ട് ഭോക്തൃത്വമാണുള്ളത്, കർത്തൃത്വം എന്തിനാണുള്ളത്? ഈശ്വരൻ തന്നെയാണ്. ഈശ്വരന്റെ പ്രേരണ കൊണ്ടാണ്, ആത്മസ്വരൂപനായ ഈശ്വരന്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ആത്മാവിന്റെ അസ്തിത്വത്തെ കാണിക്കാൻ മീമാംസകന്മാർ അങ്ങനെ ആത്മശക്തി ഇല്ല എന്ന് വാദിച്ചതിനെ ഖണ്ഡിക്കാൻ പുറപ്പെട്ട് ആമുഖം പറഞ്ഞേ ഉള്ളൂ, ഇനി അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. മുഴുവനാകുമ്പോഴേ മനസ്സിലാവുക. ശരി. ഗുണാസൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭിന്ദേ കർമ്മഫലന്യസോ. ഗുണാസൃജന്തി കർമാണി ഗുണോ അനുസൃജതേ ഗുണാൻ ജീവസ്തു ഗുണസംയുക്തോ ഭിന്ദേ കർമ്മഫലന്യസോ. യാവത് സ്യാത് ഗുണവൈഷമ്യം താവത് നാനത്വമാത്മനാം നാനത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവ ഹി. യാവത് സ്യാത് യാതൊരു കാലം വരെയാണോ ഉള്ളത് ഗുണവൈഷമ്യം, ഗുണങ്ങൾക്ക് വിഷമഭാവം, വിഷമത്തിൽ സമമല്ലാതിരിക്കാം, ഏറ്റക്കുറച്ചിൽ, സത്വവും രജസും തമസും ഒരേപോലെ ഇരുന്നാൽ അപ്പൊ ഇത് ജീവനില്ല, ജീവാത്മാവില്ല, ഒന്നുമില്ല. അതിൽ ഏതെങ്കിലും ഒന്നിന് ഒരേറ്റക്കുറച്ചിലുണ്ടായാൽ അപ്പോഴാണ് ഗുണവൈഷമ്യം താവത് നാനാത്വമാത്മന, അപ്പോഴാണ് ആത്മാവിന്റെ നാനാത്വം. പലതാണ് പലതാണ് എന്നത് തോന്നൽ. ആത്മാവ് ഒന്നല്ല അനേകമുണ്ട് എന്ന മീമാംസന്മാരുടെ അടുത്ത വാദത്തെ ഖണ്ഡിക്കുകയാണ്. മീമാംസന്മാരുടെ വാദം അവിടെയായിരുന്നു. ആത്മാക്കൾ അനേകമുണ്ട്, ജീവാത്മാക്കളാണ്, ധാരാളമുണ്ട്. അപ്പോഴാണ് പറഞ്ഞ അനേകമുണ്ടെന്ന് തോന്നുന്നത് ഉപാധി കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഒന്നല്ലേ ഉള്ളൂ. സത്വാദി ഗുണങ്ങളിലെ വൈഷമ്യം കൊണ്ട് ഉപാധികൾ അനേകമായത് കൊണ്ട് ആത്മാവും അനേകമുണ്ടെന്ന് തോന്നുന്നതാണ്. സൂര്യരശ്മികൾ കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അതിൻ്റെ തിളക്കം ഭിത്തിയിൽ കാണുന്നത് ഈ കണ്ണാടി എന്ന ഉപാധി ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇല്ലല്ലോ. നല്ല വെയിലുള്ള സമയത്ത് കുളത്തിൽ ചെന്ന് നോക്കൂ, കുളത്തിൻ്റെ അകത്ത് സൂര്യൻ പ്രതിബിംബിക്കുന്നുണ്ട്. ആ പ്രതിബിംബിക്കുന്ന സൂര്യന് വെളിച്ചവും ഇല്ല, ചൂടുമില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ആ പ്രതിബിംബിക്കുന്ന സൂര്യൻ ഈ കുളത്തിലെ വെള്ളമെന്ന ഉപാധിയിൽ രശ്മികൾ തട്ടിയിട്ട് അത് കുളത്തിന്റെ ഭിത്തിയിലേക്ക് അടിക്കുമ്പോൾ ഭിത്തിയിൽ നല്ല പളുവെളുപ്പുള്ള വെട്ടിത്തിളങ്ങുന്ന വെളിച്ചം കാണാം. ഇത് വെള്ളത്തിന്റെയാണ്, അതോ സൂര്യന്റെയാണ്? ഉപാധി കൊണ്ട് തോന്നിക്കലാണ്. ഇതുപോലെയാണ് അനേകം ജീവാത്മാക്കൾ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട് ജീവാത്മാവാണ് എന്ന് തോന്നിക്കലാണ്. വാസ്തവത്തിലല്ല, അത് പരമാത്മാവ് തന്നെയാണ്. യാവത് സ്യാത് ഗുണവൈഷമ്യം, ഗുണങ്ങൾക്ക് വിഷമത ഉണ്ടാവുക, സമം ഉണ്ടാവാതിരിക്കുക, സമം ആവാതിരിക്കുക, ഏറ്റക്കുറച്ചിലുണ്ടാവുക. അപ്പോൾ ആത്മാവിന് നാനാത്വം ഉണ്ടായി, അനേക തരത്തിലുള്ള ജീവാത്മാക്കളായി, സത്വഗുണമുള്ളവരായി, രജഗുണമുള്ളവരായി, തവഗുണമുള്ളവരായി. അപ്പോൾ പാരതന്ത്ര്യം തദൈവഹി, അപ്പോൾ അസ്വാതന്ത്ര്യവും ഭവിക്കുന്നു അപ്പോൾ തന്നെ. അതുകൊണ്ട് ഏതുവരെയാണോ നാനാത്വം ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു സ്വാതന്ത്ര്യമില്ല. ഈ നാനാത്വം എന്നുള്ളത് പ്രതിബിംബിച്ച് കിട്ടുന്ന ചൈതന്യമായതുകൊണ്ട് അത് സത്യമല്ല. ഇതാണ് വേദാന്തികളുടെ വാദം. മീമാംസകന്മാർ അതിനെയാണ് ഖണ്ഡിച്ചത്. അതിന് ഉദാഹരണം കൊണ്ട് സമർത്ഥിക്കാൻ പോവാണ്. യാവത് സദ്ഗുണവൈഷമ്യം താവന്നാനാത്വമാത്മനാം നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവ ഹി. യാവത് സദ്ഗുണവൈഷമ്യം താവന്നാനാത്വമാത്മനാം നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവ ഹി. യാവദസ്യസ്വതന്ത്രത്വം താവത് ഈശ്വരതോ ഭയം ഏതത് സമുപാസീയം തേ
പശ്യന്തി ശുചർപ്പിതാഹാം യാവത് അഫ്യതന്ത്രത്വം ഇവന് യാതൊരു കാലം വരെയാണോ അസ്വതന്ത്രത്വം സ്വാതന്ത്ര്യമില്ലായ്മ താവത് അതുവരെ ഈശ്വരത്തോ ഭയം ഈശ്വരനിൽ നിന്നും ഭയം ഉണ്ടാകും. ഏത് കാലം വരെയാണോ മുമ്പ് പറഞ്ഞ അസ്വതന്ത്രത അനുഭവിക്കുന്നത്? എന്താണ്? ഗുണവൈഷമ്യം കൊണ്ട് നാനാത്വമായി തീർന്ന് അങ്ങനെ ഒരേ പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിബിംബപൂരിതങ്ങളായ ആയിരക്കണക്കിന് കോടിക്കണക്കിന് നാനാത്വങ്ങളായ ജീവാത്മാക്കൾ ഉണ്ടാകുമ്പോൾ ഈ ജീവാത്മാക്കൾക്ക് അസ്വതന്ത്രത്വം ഉണ്ടാകുന്നത് ഈശ്വരനെ ഭയന്നിട്ട് തന്നെയാണ്. ഈശ്വരനിൽ നിന്നും ഭയം ഉണ്ടാകുന്നു. ഈ ജീവാത്മാക്കളുടെ അസ്തിത്വം എവിടെയാണ് നിലനിൽക്കുന്നത്? ഈശ്വരനിലാണ്. അതുകൊണ്ടാണ് നാനാത്വം ഇവിടെ ഭ്രമമാണ്. മീമാംസന്മാർ സ്ഥാപിക്കാൻ പുറപ്പെട്ടത് ഈ നാനാത്വമാണ് സത്യം, ഇതുള്ളതാണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടല്ല. അപ്പോഴാണ് വേദാന്തികൾ സത്വാദി ഗുണങ്ങളിലെ വൈഷമ്യം കൊണ്ടാണ് ഉപാധികൾ അനേകം ഉണ്ടായത്. സത്വരജസ്തമസ്സുകൾ ഒരേ ലെവലിൽ നിന്നാൽ ഉപാധികളില്ല. അപ്പം എന്താണ്? അനേകമില്ല. അനേകമാണെന്ന് തോന്നുന്നത് ഉപാധിഭേദം കൊണ്ട് മാത്രമാണ്. ഒരു സാമ്പ്രാണി കത്തിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വട്ടത്തിൽ കറക്കി നോക്കൂ. വട്ടത്തിൽ തീജ്വാലകളും തീപ്പൊരികളും തീകളുടെ രശ്മികളും കാണിക്കാൻ പറ്റും. അത് വാസ്തവത്തിൽ ഉള്ളതാണോ? അല്ലല്ലോ. ഇപ്പൊ തോന്നിച്ചല്ലേ ഉള്ളൂ. ഉള്ളത് സാമ്പ്രാണി പറഞ്ഞു ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. മറ്റത് ഭ്രമം കൊണ്ടുണ്ടാകുന്ന നാനാത്വമല്ലേ? ഇതിൽ നിന്നും ഉണ്ടായതാണല്ലോ അത്. ഉപാധികൾ കൊണ്ടാണ് നാനാത്വം എന്നുള്ള ഭേദബുദ്ധി ഉണ്ടാകുന്നത്. ഗുണങ്ങളുടെ വൈഷമ്യം കൊണ്ടാണ് ഉപാധികൾ അനേകമുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ ആത്മാവും അനേകമാണെന്ന് തോന്നും. അത് ജീവാത്മാക്കളാണ്. ഏതുവരെയാണോ നാനാത്വം ഉണ്ടെന്ന് തോന്നുന്നത് അതുവരെ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നാനാത്വ ഭ്രമമാണ് അസ്വതന്ത്രതയ്ക്ക് കാരണം. ഏകത്വമാണെങ്കിൽ ഭ്രമമില്ല, ഉപാധിയില്ല, അസ്വതന്ത്രത. ഇതാണ് ഈ കർത്തൃത്വ ഭോക്തൃത്വത്തിൽ പലതായി നിങ്ങൾക്ക് തോന്നാൻ കാരണമായത്. അപ്പൊ ആത്മാവ് അനേകമുണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല. ഒന്നേ ഉള്ളൂ ആത്മാവ്. അത് പരമാത്മ ചൈതന്യമാണ്. അത് ഉപാധിഭേദം കൊണ്ട് പ്രതിബിംബിച്ചു പലതായി തോന്നിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാല് ഭിത്തികളിലും കണ്ണാടി ഒട്ടിച്ചിരിക്കുന്ന ഒരു മുറിയിൽ കത്തുന്ന ലൈറ്റ് അല്ലെങ്കിൽ ദീപം 4 ഭിത്തികളിലും കാണുമ്പോൾ ഈ മുറിയിൽ 4 വിളക്കുണ്ടെന്ന് തോന്നിക്കുന്നത് പോലെ ഒന്നല്ലേ ഉള്ളൂ. കണ്ണാടി എന്ന ഉപാധി കൊണ്ട് പലതായിട്ട് തോന്നിച്ചാലേ ഇനിയും ആ മുറിയിൽ നിൽക്കുന്ന ഞാൻ ഓരോ ഭിത്തി നോക്കുമ്പോൾ എന്നെ കാണാം എന്നല്ല. ഞാൻ ചിരിച്ചാൽ ഈ ഭിത്തിയിലെ ഞാനും ചിരിക്കും. ഞാൻ കൈയനയ്ക്കാൽ ഭിത്തിയിലെ ഞാനും കൈയനക്കും. ഞാൻ നടന്നാൽ ഭിത്തിയിലെ ഞാനും നടക്കും. അസ്വതന്ത്രത്വം ഇതുപോലെയാണ്. ഒന്നേ ഉള്ളൂ. അത് പല പ്രതലങ്ങളിൽ, ബിംബങ്ങളിൽ, പല ഉപാധികളിൽ പ്രതിഫലിച്ച് പലതായി തോന്നിക്കുന്നതാണ്. അങ്ങനെ തോന്നിക്കാൻ കാരണം ഗുണവൈഷമ്യം മാത്രമാണ്. അല്ല, ഗുണത്തിന്റെ വൈഷമ്യം, സമമല്ലാതിരിക്കുന്ന അവസ്ഥ. എന്ന് ആത്മാവിന്റെ സ്ഥിരത, അനശ്വരത,
വേദാന്ത ഭാഷയിൽ കൂടി ഒന്ന് ഉദാഹരിച്ചിട്ട് അവരുടെ ഭ്രമം എന്നുള്ള വാദത്തെ ഖണ്ഡിച്ചു കൊടുത്തു. യാവത് സദ്ഗുണവൈഷമ്യം താവന്നാനാത്വമാത്മനാം നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവഹി. യാവത് സദ്ഗുണവൈഷമ്യം താവന്നാനാത്വമാത്മനാം നാനാത്വമാത്മനോ യാവത് പാരതന്ത്ര്യം തദൈവഹി. യാവദഫ്യസ്വതന്ത്രത്വം താവദീശ്വരതോ ഭയം യ ഏതത് സമുപാഫീരൻ തേ മുഹ്യന്തി ശുചാത്പിതാഹം. യാവദഫ്യ അസ്വതന്ത്രത്വം താവദീശ്വരതോ ഭയം. അസ്വതന്ത്രത്വം നിലനിൽക്കുന്നിടത്തോളം ഭയമുണ്ടാകും. അത് ഈശ്വരനിൽ നിന്നുമുള്ള ഭയം തന്നെ. ഒരു പേടിയുണ്ടാകും. യഹ ഏതത് ആരൊക്കെയാണോ ഈ ലോകത്തെ ഫമുപാസീരൻ ഉപാസിക്കുന്നത്, സേവിക്കുന്നത്, തേ അവർ മുഹ്യന്തി ശുചാത്പിതാഹം അവർ ദുഃഖത്താൽ മോഹിക്കപ്പെടുന്നവരാകും. യാവത് അസ്യ അസ്വതന്ത്രത്വം താവത് ഈശ്വരതോ ഭയം. യാതൊരു കാലം വരെയാണോ ഈ അസ്വതന്ത്രത അനുഭവിക്കുന്നത് അത്ര കാലവും ഈശ്വരനെ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആരാണോ ഗുണപരിണാമങ്ങളായിരിക്കുന്ന ദേഹത്തെയും സത്വാദി ഗുണങ്ങളെ കൊണ്ട് പരിണമിച്ചുണ്ടായ ദേഹത്തെയും ആ ദേഹത്തിൽ നിന്നും ഉൽപ്പന്നമായ പുത്രൻ, ഭാര്യ, സമ്പത്ത്, ഞാനെന്നും എൻ്റെ എന്നുള്ള അഭിമാനത്തോടു കൂടി എത്ര കാലം ഇതിനെ സേവിച്ചു കൊണ്ടിരിക്കുന്നു അവന് ദുഃഖം കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം, പിന്നെയും ദുഃഖം, പിന്നെയും ദുഃഖം. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. തേ ശുചാർപ്പിതാഹ മുഹ്യന്തി. ദുഃഖത്തിൽ നിന്നും മറ്റു ദുഃഖത്തിലേക്കാണ്. ഒരു ദുഃഖം കഴിയുമ്പോൾ ഹാവു സുഖം എന്ന് വിചാരിക്കും. ആ സുഖം അല്പം കഴിയുമ്പോൾ എന്തായിട്ട് മാറും? ദുഃഖമായിട്ട് മാറും. കുറച്ച് കഴിയുമ്പോൾ അത് എന്താകും? ദുഃഖം. ഫലത്തിൽ അനുഭവിക്കുന്ന സകല സുഖങ്ങളും എന്തായിട്ട് തന്നെ മാറും? ദുഃഖമായിട്ട് തന്നെ മാറും. കാരണം എന്താണ്? അവൻ ഈ ദേഹത്തെയാണ് ഉപാസിക്കുന്നത്. പുത്രകളത്രാദികളെ ഞാനെന്നും എൻ്റെ എന്നുള്ള അഭിമാനത്തോടുകൂടി സേവിക്കുകയാണ്. ഇത് രണ്ടും കളഞ്ഞെങ്കിൽ മാത്രമേ ദുഃഖം ഉണ്ടാവാതിരിക്കൂ. ഇത് രണ്ടും നിലനിൽക്കുന്നിടത്തോളം ദുഃഖം ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ഈ ജീവാത്മാവ് നിത്യമാണോ? അല്ലല്ലോ. അപ്പൊ സുഖാനുഭൂതി, ആനന്ദം എന്നുള്ളത് നിത്യമാണ്. ഈ ദുഃഖം, സുഖദുഃഖങ്ങൾ എന്താണ്? അനിത്യങ്ങളാണ്. അതനുഭവിച്ചിട്ട് അതാണ് സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നല്ലേ. അതുകൊണ്ട് അസ്വതന്ത്രത ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം, പാരതന്ത്ര്യം ഉള്ളിടത്തോളം കാലവും, ഞാൻ സ്വതന്ത്രനല്ല എന്ന് തോന്നിക്കുന്നിടത്തോളം അതിനെ കാരണക്കാരനായ ഒരു ശക്തിയിൽ നിന്നും ഒരു ഭയം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഗുണങ്ങൾ പരിണമിച്ചുണ്ടായ ശരീരവും അത് പരിണമിച്ചുണ്ടായ പുത്രാദികളും, എൻ്റെ പുത്രൻ, എൻ്റെ വീട്, എൻ്റെ കയ്യ്, എൻ്റെ കാല് എന്നിങ്ങനെ അഭിമാനത്തോടുകൂടി ഇവരെ സേവിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദുഃഖം ഉണ്ടായിട്ടേ. അല്ലെങ്കിൽ ദുഃഖം വേണം. ദുഃഖം ഞാനല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ദുഃഖമില്ല. എന്തിനും ഈ ദേഹാഭിമാനമെന്ന ജീവാത്മതത്വം സന്നിവേശിപ്പിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ കണ്ണ് എന്നൊക്കെ അതൊക്കെ ഈ ഉപയോഗിക്കുന്ന കാലത്തോളം ഞാനെന്ന തോന്നൽ മാത്രമുള്ളത് ഭ്രമമാണ്. വാസ്തവത്തിൽ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഞാനല്ല, എൻ്റെ ഉള്ളിലൊരു ശക്തി ഉണ്ട്. തന്നെ അത് ഞാനാണെന്ന് അഭിമാനിക്കുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാവും. എൻ്റെ പുത്രൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ദുഃഖമായി. കാരണം എന്താണ്? എൻ്റേതാണെന്ന് അഭിമാനിച്ചത്. യാവദഫ്യസ്വതന്ത്രത്വം താവതീശ്വരതോ ഭയം
ഏതത് സമുപാഫീരം സ്തേ മുഹ്യന്തി ശുചാത്പിതാഹം യാവദഫ്യഫ്യഫ്യഫ്വദം തത്വം താവത് ഈശ്വരതോ ഭയം ഏതത് സമുപാഫീരം സ്തേ മുഹ്യന്തി ശുചാത്പിതാഹം കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവ ച ഇതി മാം ബഹുധാ പ്രാഹു ഗുണം വ്യതികരേ സതീം. കാലം, ആത്മാവ്, ആഗമം, ലോകം, സ്വഭാവം, ധർമ്മം, ഈ ആറെണ്ണം കാല, ആത്മാ, ആഗമോ, ലോക, സ്വഭാവോ, ധർമ്മ ഏവച, ഈ ആറെണ്ണം മാ എന്നെ എന്നിങ്ങനെ ആറായിട്ട് എന്നെ ബഹുധ പല പ്രകാരത്തിൽ പ്രാഹുഹു വിളിക്കപ്പെടുന്നു, പറയപ്പെടുന്നു. ഗുണവ്യതികരേ സതി, ഗുണങ്ങളുടെ വ്യതികരം കൊണ്ട്, സമ്മേളനം കൊണ്ട്. ഗുണങ്ങൾ വിഷമങ്ങളായിരിക്കുമ്പോൾ ഗുണങ്ങളുടെ സമാവസ്ഥ വിട്ട് ഗുണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ, സത്വവും രജസും തമസും തമ്മിൽ കൂടിച്ചേരുമ്പോൾ, അതാണല്ലോ ഞാൻ എന്ന് വിളിക്കുന്ന ഈ ജീവാത്മാവ് ഉണ്ടാക്കുന്ന ഈ നാനാത്വം മുഴുവൻ അതുകൊണ്ടാണ്. അപ്പൊ വാസ്തവത്തിലെ എന്നെ ഗുണസമ്മേളനം കൊണ്ട്, ഗുണങ്ങളുടെ ചേർച്ച കൊണ്ടാണ് കാലമെന്നും ആത്മാവെന്നും ആഗമം വേദമെന്നും ലോകമെന്നും സ്വഭാവമെന്നും ധർമ്മമെന്നും ഒക്കെ പല പ്രകാരത്തിൽ പറയപ്പെടുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. ഈ ലോകം അനിത്യമാണ്, നമുക്ക് തന്നെ അറിയാം. ഇത് നിത്യമല്ല. എന്താണ്? ഇതിന് അന്തമുണ്ട്. ഇത് ഉണ്ടായതാണ്, ഇതിന്റെ അന്തമുണ്ട് താൻ. അപ്പൊ നിത്യമല്ല. നിത്യം ച ത്രികാല അബാധ്യത്വം നിത്യത്വം. മൂന്ന് കാലത്തിലും ബാധയേൽക്കാതെ നിലനിൽക്കുന്നതിന്റെ പേരാണ് നിത്യം എന്ന്. എന്നോ ഉണ്ടായിട്ടുണ്ട്, എന്നോ ഉണ്ട്, ഇന്നുമുണ്ട്, ഇനി ഉണ്ടാവുകയും ചെയ്യും. ഈ ഭൂത ഭവിഷ്യത് വർത്തമാനങ്ങളിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന പേരാണ് നിത്യം എന്ന്. കൊണ്ട് ഈ ലോകം നിത്യമാണ്, അല്ല ഈ ലോകം അനിത്യമാണ്. അത് മായാമയവുമാണ്, മായ കൊണ്ട് ഉണ്ടാകുന്നതുമാണ്. എന്താ കാരണം? ഈശ്വരൻ, മനുഷ്യർ, ഋഷിമാർ എന്നിങ്ങനെ ഒന്ന് തന്നെ ഒരു ആത്മാവിനെ തന്നെ പലതായി പരിണമിക്കാൻ കാരണമായ സ്വഭാവം, എല്ലാറ്റിനും കാരണമായിരിക്കുന്ന കാലം. കാലം വാസ്തവത്തിൽ എല്ലാറ്റിനും കാരണമാണ്. കാരണം കാലവും നിത്യമല്ല. കാലം ഒന്നിനെ ആസ്പദമാക്കി നമ്മൾ എന്ത് ചെയ്യുന്ന പരിഗണിക്കുന്നതാണ്. ഇപ്പൊ സൂര്യനെ ആസ്പദമാക്കിയിട്ട് രാപകലുകള്, ദിവസങ്ങൾ, കാലങ്ങൾ ഒക്കെ എന്ത് ചെയ്യാണ് നമ്മൾ. ഈ സൂര്യനും ചന്ദ്രനും ഒക്കെയോ അതും നിത്യമല്ലല്ലോ. അപ്പൊ അനിത്യത്തിൽ കാണപ്പെടുന്ന കാലത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കാലചക്രത്തിന്റെ ഈ സ്വഭാവങ്ങളെല്ലാം. അപ്പൊ കാലം, അതുപോലെ സ്വഭാവം, ഇതിലൊക്കെ അധിഷ്ഠിതമായിരിക്കുന്ന ആത്മാവെന്നും കാലമെന്നും ആത്മാവെന്നും ആഗമം വേദങ്ങളാണ്. പുരുഷാർത്ഥത്തെ സാധിക്കാൻ വേണ്ടി വഴികൾ ഉപദേശിച്ചു തരുന്നതാണ് വേദങ്ങൾ. ധർമാർത്ഥകാമ മോക്ഷങ്ങളെന്ന് പുരുഷാർത്ഥ സാധനയ്ക്ക് വേണ്ടി അതിനെ സമ്പാദിക്കാനുള്ള വഴികൾ ഉപദേശിക്കാണ് ആഗമം. കാലം, ആത്മാവ്, ആഗമം, ലോകവും സ്വഭാവവും എന്ന് പറഞ്ഞു.
ഇനിയും ധർമ്മ ഏവച, ധർമ്മം എന്നുള്ളത് സുഖഹേതുവാണ്. അതിന് നമുക്ക് ധർമ്മ അനുഷ്ഠാനം കൊണ്ട്, ധർമ്മം അനുഷ്ഠിക്കുന്ന കർമ്മത്തിലൂടെയാണ്. കർമ്മമില്ലെങ്കിൽ ധർമ്മം നിലനിൽക്കില്ല. അപ്പോൾ അത് സുഖഹേതുവാണ് അല്ലെങ്കിൽ ദുഃഖഹേതുവാണ്. ഇതെല്ലാം വാസ്തവത്തിൽ എന്നെ തന്നെയാണ്. കാലമെന്നും ആത്മാവെന്നും ആഗമമെന്നും ലോകമെന്നും സ്വഭാവമെന്നും ധർമ്മമെന്നും മാം എന്നെ പ്രാഹുഹു, എന്നെ വിളിക്കുന്നു. എന്തുകൊണ്ട്? ഗുണങ്ങളിലെ അന്യോന്യ സമ്മേളനം കൊണ്ട് സംഭവിച്ച വൈഷമ്യം, വിഷമാവസ്ഥ കൊണ്ടാണ്. വാസ്തവത്തില് മീമാംസമാർ പറയുന്ന സ്വഭാവവാദം, പണ്ഡിതവാദം മുമ്പ് അവതരിപ്പിച്ചാണ്, എന്നിൽ നിന്നും ഭിന്നമായിട്ടുണ്ട് എന്ന് തോന്നുന്നല്ലാതെ വാസ്തവത്തിലില്ല. കാലാദികളൊക്കെയും ഞാനാകയാൽ ജീവൻ എപ്പോഴും എന്നിൽ തന്നെയാണ് ഭയം. അപ്പോൾ വാസ്തവത്തില് ഈ കാലവും ആത്മാവും ആഗമവും ലോകവും സ്വഭാവവും ധർമ്മവും, ഈ 6 ഘടകങ്ങൾ ജീവാത്മാവിനെ ബാധിക്കുന്നവ നിലനിൽക്കുന്നത് ഗുണങ്ങളുടെ സമ്മേളനം കൊണ്ടാണ്, ഗുണങ്ങളുടെ കൂടിച്ചേരൽ കൊണ്ടാണ്. ഇത് മാറ്റി ഗുണങ്ങൾ സമാവസ്ഥയിൽ നിശ്ചലമായിരുന്നാൽ പിന്നെ കാലമില്ല. ഗുണത്തിനൊരു ഇളക്കം തട്ടുമ്പോഴാണ് കാലം ഉണ്ടാകുന്നത്. കാലമുണ്ടാകുമ്പോഴാണ് ആത്മാവ് ഞാൻ എന്ന് അഭിമാനിക്കുന്നത്. അപ്പോൾ നമ്മെ സുഖങ്ങൾ അനുഭവിപ്പിക്കാൻ കാരണമായിരിക്കുന്ന കർമ്മഗതികൾ ഉണ്ടാകും. അതെവിടെയാണുള്ളത്? ഈ ലോകത്തിലാണ്. ഇതൊക്കെ അനിത്യമല്ലേ വാസ്തവത്തിൽ. ഇനിയും അതിൽ നിലനിൽക്കുന്ന ഞാൻ എന്ന ഭാവം എന്ന സ്വഭാവം, ആ ഞാനെന്ന ഭാവം കൊണ്ട് ചെയ്യുന്ന ധർമ്മമായ കർമ്മങ്ങൾ, ഇതെല്ലാം ബഹുധ പല പ്രകാരത്തിൽ ഗുണവ്യതികരം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ന് തോന്നിക്കലാണ്. വാസ്തവത്തിൽ ഉള്ളതാണോ? അല്ലല്ലോ. ഉള്ളത് ആത്മാവായ ഈശ്വരൻ മാത്രമാണ്. നാനാത്വഭേദം ഇതുകൊണ്ട് മാത്രം. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവചാം ഇതിമാം ബഹുധാ പ്രാഹുർ ഗുണം വ്യതികരേ ഫതീം. കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവചാം ഇതിമാം ബഹുധാ. സാറ് ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നല്ലേ?
അതെ. ഇപ്പൊ കേൾക്കാമല്ലോ. ഇവിടെ നല്ല മഴയാ. കേൾക്കാം സാർ. കേൾക്കാം സാറേ. കേൾക്കാന്ന്. ഭയങ്കര മഴയാ ഇവിടെ. കാറ്റ് വന്നു. കാറ്റ് ഇവിടെയും വന്നു. കാറ്റും മഴയാ സാറേ. ഇവിടെയും നല്ല മഴയാ. 2-3 ശ്ലോകങ്ങളിലെ ഈ അധ്യായത്തെ നമുക്ക് നിർത്താം. ഗുണേഷു വർത്തമാനോപിയും, ഗുണങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിലും ദേഹജേഷു അനപാവൃത, ദേഹജന്യങ്ങളായ കർമ്മങ്ങൾ, ദേഹജേഷു, ദേഹജം ദേഹത്തിൽ നിന്ന് ജനിക്കുന്നത്, ദേഹജന്യങ്ങളായ കർമ്മങ്ങളിൽ അനപാവൃത, ദേഹജേഷു അനപാവൃത, ദേഹജന്യങ്ങളായ കർമ്മങ്ങളിൽ എങ്ങനെ ബന്ധിക്കാതെ ഇരിക്കാൻ പറ്റും? മറയ്ക്കപ്പെടാത്തവനാണെങ്കിൽ, അനപാവൃതനാണെങ്കിൽ, ഗുണൈഹി ന ബധ്യത്തെ, ഗുണങ്ങളാൽ ബന്ധിക്കപ്പെടില്ലേ ദേഹി? ബദ്ധ്യതേവാ കഥം ഭൂ, എങ്ങനെ ബന്ധിക്കപ്പെടും? അടുത്ത ഒരു ചോദ്യമാണ്, സംശയമാണ്. ദുഃഖത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സുഖമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിവൃത്തി മാർഗമാണ് നല്ലത് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. പ്രവൃത്തി മാർഗമല്ല. അതിൽ നിന്നാണ് ഈ ലോകം, ആത്മാവ്, കാലം, സ്വഭാവം, ധർമ്മം ഇതെല്ലാം ഉണ്ടാകുന്നതാണല്ലോ. അപ്പൊ എന്താണ്? അതുകൊണ്ട് പ്രവൃത്തി മാർഗത്തെ അല്ല സ്വീകരിക്കേണ്ടത്, ഇതിൽ പിന്തിരിയാനാണ് വേണ്ടത്. നിവൃത്തി മാർഗത്തെയാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ആയാൽ ദുഃഖം ഉണ്ടാവില്ല, സുഖം അനുഭവിക്കുകയും ചെയ്യാം എന്നിപ്പം ഉറപ്പിച്ചിട്ട്, ബന്ധമുണ്ടായത് കൊണ്ടല്ലേ വാസ്തവത്തിൽ നിവൃത്തി അന്വേഷിക്കേണ്ട വന്നത്? ഈ ബന്ധനം ഉണ്ടാകുന്നില്ല, പിന്നെ എന്തിനാ നിവൃത്തി വേണ്ടത്? അതുകൊണ്ട് ബന്ധമുണ്ടായത് എന്തൊക്കെയാണ് ചോദിക്കാം. എന്നെ ഭൗതിക ലോക ജീവിതവുമായി ബന്ധിക്കുന്നത് എന്തൊക്കെയാണ്? അത് ഒഴിവാക്കാമല്ലോ. അതറിഞ്ഞിട്ട് വേണം നമുക്കും ഇതറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഭൗതിക ലോക ജീവിതവുമായി ബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്? ആ ബന്ധനത്തിൽ നിന്നല്ലേ മുക്തനാകുന്നത്. കെട്ടിയിട്ട് വേണ്ടേ അഴിക്കാൻ? എന്നാ കെട്ടാതിരുന്നാലോ അഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ബന്ധനം കെട്ടാണ്. ആ കെട്ടിൽ നിന്ന് എനിക്ക് മുക്തി വേണമെന്ന് പറയാൻ പോവാണ്. അപ്പൊ കെട്ടിയിട്ടില്ല, പിന്നെ എന്തിനാ മുക്തി വേണ്ടല്ലോ? അപ്പൊ കെട്ടില്ലാതിരുന്നാ പോരെ. എന്താണ് എന്നെ ഈ കെട്ടുകളിലേക്ക് വ്യാപരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്? അതുകൊണ്ട് ഹേ ജഗദീശ്വര, ഗുണകാര്യങ്ങളായ ദേഹാദികൾ വസിക്കുകയും ഈ ത്രിഗുണങ്ങൾ ഉണ്ടാക്കുന്നതായ ദേഹത്തിൽ വസിക്കുകയും അതിൽ നിന്നും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ ആത്മാവിന് ബന്ധം ഇല്ലാതെ വരികയും ചെയ്യുന്നാൽ എങ്ങനെ ഇത് സാധിക്കുന്നതാണ്? ഈ പരമാത്മ ചൈതന്യവും എൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്. അത് എൻ്റെ ഉള്ളിരിക്കെ തന്നെ അതിൻ്റെ പ്രതിബിംബമായ ഈ ജീവാത്മാവിൽ കൂടി ഞാനിതൊക്കെ ചെയ്ത് ദുഃഖാദികളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ ഇതെങ്ങനെ സാധിക്കാൻ പറ്റും? കർമ്മങ്ങൾക്ക് ആത്മാവിനെ ബന്ധിക്കാൻ ശക്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ബന്ധമുണ്ടാകുക? ഒരു കർമ്മവും പരമാത്മാവിനെ ബന്ധിക്കില്ലോ, ജീവാത്മാവിനെയാണ് ബന്ധിക്കുന്നത്. അതുകൊണ്ട് ബന്ധമുണ്ടായത് കൊണ്ടാണല്ലോ നിവൃത്തി വേണ്ടി വരുന്നത്. ഗുണങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴോ മുക്തി. മുക്തി ലഭിക്കുന്ന ഗുണമുള്ളപ്പോഴാണോ ഗുണമില്ലാത്തപ്പോഴാണോ? ഈ ത്രിഗുണങ്ങളാൽ ബന്ധിതനാകുമ്പോഴോ അതോ ത്രിഗുണങ്ങളിൽ നിന്നും ബന്ധമുക്തി നേടുമ്പോഴോ? ഗുണങ്ങളില്ലാത്തപ്പോൾ, ഈ ത്രിഗുണങ്ങൾ ഇല്ലാത്തപ്പോൾ ജ്ഞാനം അനുഷ്ഠിക്കാനുള്ള സാധനകളും ആവശ്യമില്ല. കാരണം ഈ ലോകവും ഈ ലോകത്തിൽ ക്ഷേത്രങ്ങളും ആരാധനകളും കർമ്മങ്ങളും നിലനിൽക്കുന്ന കൊണ്ടല്ലേ നമ്മൾ ആ വഴി സഞ്ചരിച്ചു പോവുക. ഇതൊന്നും ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ മായയാണെന്ന് കണ്ടാൽ ഇതിൽ അകപ്പെടാതെ എനിക്ക് മാറിയെന്നുകൂടെ. പക്ഷെ ഞാൻ ഇതിലൊക്കെ ഓരോന്നിനും പോവല്ലോ. അത് ജീവാത്മാവിന്റെ ധർമ്മമല്ലേ.
അപ്പോഴെനിക്ക് എങ്ങനെ ഈ ബന്ധനത്തിൽ മുക്തി നേടാൻ സാധിക്കും എന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കാറ്. ഗുണങ്ങൾ ഉള്ളപ്പോഴാണെങ്കിൽ ഗുണകാര്യമായ ദേഹാദികളും കർമ്മവും ഒക്കെ ഉണ്ട്, ഉറപ്പാണ്. അപ്പോൾ ബന്ധവുമുണ്ട്. ബന്ധം ഉണ്ടാകുന്നത് നശിക്കുകയും ചെയ്യും. അത് ഏതവസ്ഥയിലാണ്? കുറെ ചോദ്യങ്ങളാണ്. ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃത ഗുണൈഹി ന ബധ്യതേ ദേഹി ബധ്യതേവാ കഥം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ബന്ധമുണ്ടാകുന്നു? അത് നശിക്കുന്നത് എങ്ങനെ? എനിക്ക് ഭൗതിക വിഷയങ്ങളോട് ബന്ധമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് വേണ്ടെന്ന് ആഗ്രഹിക്കല്ലേ ഞാൻ ചെയ്യേണ്ടത് വാസ്തവത്തിൽ. പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചാലും അതിനൊരു ബന്ധം വരും. ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊക്കെ വിട്ടുപോകണം എന്ന് വിചാരിച്ചാലും അതിനോട് ബന്ധം. എന്തുകൊണ്ടാണ്? അത് അറിഞ്ഞാൽ വളരെ എളുപ്പമല്ലേ അത് മാറ്റാൻ. അതുകൊണ്ട് ഏതവസ്ഥയിലാണ് ഒരു ജീവാത്മാവിന് ഭൗതികതയോട് ബന്ധം ഉണ്ടാകുന്നത് എന്നറിഞ്ഞാൽ ആ ബന്ധത്തെ മാറ്റി വെക്കാം. അതുകൊണ്ട് ഈശ്വര, അങ്ങ് ബന്ധമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്, മുക്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ച് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാനുള്ള ഒരാമുഖം ഉണ്ടാക്കി വയ്ക്കാം. ഗുണേഷു വർത്തമാനോപി ദേഹജേഷു അനപാവൃതാം ഗുണൈർന ബധ്യതേ ദേഹി ബധ്യതേവാ കഥം വിഭോ. ഗുണേഷു വർത്തമാനോപിയും ദേഹജേഷു അനപാവൃതാം ഗുണൈർന ബധ്യതേ ദേഹി ബധ്യതേവാ കഥം വിഭോ. കഥം വർത്തേത വിഹരേത് കൈർജ്ഞായേത ലക്ഷണൈ കിം ഭുഞ്ജീതോദ വിസൃജേത് ശയീത അഭീതയാതി വാ. കഥം എങ്ങനെയാണ് വർത്തതെ ഇവിടെ ജീവിക്കേണ്ടത്? മുക്തി നേടാൻ ഞാൻ ജീവിക്കുന്നിടത്തോളം കാലവും ഈ ലോകം എനിക്കുണ്ട്. ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ലോകവുമായിട്ട് ബന്ധപ്പെടണം. ഓരോ ഗുണങ്ങളും ഉണ്ടാകും, അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഇത് എങ്ങനെയാണ് ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് എന്നെ കളിപ്പിക്കുന്നത്? എന്ത് ലക്ഷണങ്ങൾ കൊണ്ട് ഇത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും? കൈർവാ ന്യായത്തെ ലക്ഷണയിൽ. ഇനിയും അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരാമോ? കിം ഭുഞ്ജീത, ബന്ധനത്തിലിരിക്കുന്നവനും അതിൽ നിന്നും വിട്ടവനും തമ്മിലുള്ള ലക്ഷണം ചോദിക്കാണ്. ബദ്ധനും മുക്തനും തമ്മിലുള്ള ഭേദം എന്താണ്? ബന്ധം അനുഭവിക്കുന്നവന്റെ ലക്ഷണം എന്താണ്? മുക്തി അനുഭവിക്കുന്ന ലക്ഷണം എന്താ? ഇത് രണ്ടും എനിക്കൊന്ന് ഒന്ന് തിരിച്ചു പറയണം. എങ്ങനെയാണ് അവർ വ്യാപരിക്കുന്നത്? എങ്ങനെയാണ് അവർ ഓരോ ഭൗതിക കർമ്മം ചെയ്യുന്നത്? എന്ത് അടയാളം കൊണ്ട് ഈ ബദ്ധനെയും മുക്തനെയും തിരിച്ചറിയാൻ പറ്റും? അയാള് എന്താണ് ഭക്ഷിക്കുന്നത്? കിം ഭുഞ്ജീത, ഭുഞ്ജീത ഉത കുടിച്ചുമ്പോൾ ഭുഞ്ജീതോത എന്നാണ്. ഉത എന്ന് വെച്ചാൽ അല്ലെങ്കിൽ. കിം ഭുഞ്ജീത ഉത, എന്താണ് ഭുജിക്കുന്നത്? അല്ലെങ്കിൽ വിസൃജേത്, എങ്ങനെയാണ് വിസർജിക്കുന്നത്? ഭുജിച്ചാൽ വിസർജിക്കും. എങ്ങനെ ഭുജിക്കുന്നു, എങ്ങനെ വിസർജിക്കുന്നു? പിന്നെന്താണ്? ശയീത, എങ്ങനെ കിടക്കുന്നു? ആഫീത, എങ്ങനെ ഇരിക്കുന്നു? യാതി, പോകുന്നത് എങ്ങനെയാണ്? ഇത് ഗീതയുടെ 2-ാം അധ്യായത്തിനൊടുവില് ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ അർജുനൻ ചോദിക്കുന്ന സ്ഥിതപ്രജ്ഞ ഭാഷാ സമാധിസ്ഥ കേശവ സ്ഥിതധീഹി കിം ആഫീത പ്രജേത. അയാളെങ്ങനെ ഇരിക്കുന്നു, അയാളെങ്ങനെ ഉറങ്ങുന്നു, അയാളെങ്ങനെ കിടക്കുന്നു, അയാളെങ്ങനെ നടക്കുന്നു എന്നൊക്കെ ചോദിച്ച അതേ ചോദ്യത്തിന്റെ ഇതിന് കിട്ടുന്ന ചോദ്യമാണ്. കിം ഭുഞ്ജീത ഉദ വിസൃജേത് ശയീത ആഫീത യാതിവ. ഇതൊന്ന് വിസ്തരിച്ച് പറയാമെങ്കിൽ ഇതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഭക്ഷിക്കാം, ഞാൻ വിസർജിക്കാം, ഞാൻ കിടക്കാം, ഞാൻ നടക്കാം, ഞാൻ ഇരിക്കാം, ഒക്കെ അതനുസരിച്ച് ചെയ്യാം. എന്ത് ചെയ്താലാണോ ബന്ധനം ആവാതിരിക്കുന്നത് പറഞ്ഞു തന്നാൽ എളുപ്പമായി. അതുകൊണ്ട് ആ ലക്ഷണം ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കാം. അടുത്ത അധ്യായം മുഴുവൻ ബദ്ധനും മുക്തനും തമ്മിലുള്ള ഭേദങ്ങൾ. ഈ ചോദ്യത്തിന് മറുപടിയാണ് അടുത്ത അധ്യായം. ഇവിടെ ചോദ്യം ചോദിച്ച് ഉപസംഹരിക്കാം. കഥം വർത്തേത വിഹരേത്
കൈർവാ ജ്ഞായേതലക്ഷണൈ കിം ഭുഞ്ജീത ഉത വിസൃജേത് കിം ഭുഞ്ജീതോ ഉത വിസൃജേത് ശയീതാഫീതയാതിവാം കഥം വർത്തേത് വിഹരേത് കൈർവാ ജ്ഞായേതലക്ഷണൈ കിം ഭുഞ്ജീതോത വിസൃജേത് ശയീതാഫീതയാതിവാം ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദംബരാം നിത്യമുക്തോ നിത്യബദ്ധ ഏകേ വേദിമേ ഭ്രമാം. ഏതത് അച്യുതമേ ബ്രൂഹി, ഹേ അച്യുത, നാശമില്ലാത്തവനെ, ച്യുതിയില്ലാത്തവനായ ഭഗവൻ, പ്രശ്നവിദംബര, ചോദ്യത്തിന് ഉത്തരം പറയുന്നവരിൽ വെച്ച് ഉത്കൃഷ്ടനാണെന്ന്. എന്ത് ചോദ്യം ചോദിച്ചാലും സുന്ദരമായ മറുപടി തരാൻ കഴിവുള്ളവൻ. എല്ലാവർക്കും ഇതില്ല, അങ്ങേക്കതുണ്ട്. പ്രശ്നവിദാംബര സംബോധന. മേ പ്രശ്നം ബ്രൂഹി, എന്റെ ചോദ്യത്തിന് മറുപടി പറയും. എന്താണ് ചോദ്യം? നിത്യമുക്തോ നിത്യബദ്ധ ഏകേവേതി മേ ഭ്രമ. നിത്യമുക്തനും നിത്യബദ്ധനും എന്ന് ഇരിക്കുന്നത് ഒരാൾ തന്നെയാണ്. അതോ രണ്ടുപേരാണ്? ബന്ധനത്തിലിരിക്കുന്നവൻ തന്നെയാണോ മുക്തിക്ക് പോകേണ്ടത്? അതോ മുക്തിയിലിരിക്കുന്നവൻ എങ്ങനെ ബന്ധനത്തെ വേർപെടുത്താൻ പറ്റും? കയറുകൊണ്ട് കെട്ടി, ഇനി ഈ കയർ അഴിക്കണമെങ്കിൽ ആ കയർ കൊണ്ട് തന്നെയല്ലേ അഴിക്കാൻ പറ്റൂ? കെട്ടിയ കയറിൽ അഴിക്കാൻ പറ്റൂ? വേറെ കയർ അഴിച്ചാൽ ഇതിനെ കെട്ടുപോകുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്താലാണ് എപ്പോഴും ബന്ധനത്തിലിരിക്കുന്നവനും ഇതിനെ ഒന്നും ബാധിക്കാതെ ഋഷീശ്വരന്മാർ തപസ് ചെയ്ത് മുക്തി നേടിക്കൊണ്ടിരിക്കും? അത് എവിടുന്നാണ്? ഈ ലോകത്തിൽ നിന്ന്, ഈ കാലമുള്ള ലോകത്തിൽ നിന്ന്, കർമ്മമുള്ള ലോകത്തിൽ നിന്ന്, വേദമുള്ള ലോകത്തിൽ നിന്ന്. ഇവിടുന്ന് തന്നെയല്ലേ അവർ നേടുന്നേ. അവർക്കിതെങ്ങനെ പറ്റുന്നു? എനിക്ക് പറ്റുന്നുമില്ല. എന്താണ് ഇതിന്റെ കാരണം? ബദ്ധനായിട്ട് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? മുക്തനായിട്ട് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും? ഈ രണ്ട് ചോദ്യം ചോദിച്ചാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. അടുത്ത അധ്യായം മുഴുവൻ ഇവർ തമ്മിലുള്ള വ്യത്യസ്തതയെ കാണിക്കാം. ഭൗതിക ലോക ജീവിതത്തിൽ ബദ്ധനായും മുക്തനായും എങ്ങനെ ജീവിക്കാൻ പറ്റും? ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദംബരാം നിത്യമുക്തോ നിത്യബദ്ധ ഏകേവേദമേ ഭ്രമാം. ഏതദച്യുതമേ ബ്രൂഹി പ്രശ്നം പ്രശ്നവിദംബരാം നിത്യമുക്തോ നിത്യബദ്ധ ഏകേവേദിമേ ഭ്രമാം എന്ന് ചോദിച്ച് 10-ാം അധ്യായം ഉപസംഹരിക്കുകയാണ്. 11-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസം നോക്കാം. സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഉപസംഹരിക്കാം. ഇവിടെ മായയെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വേറൊരു വിധത്തിൽ ചോദിക്കുന്നതല്ലേ ഇത്? അത്രേ ഉള്ളൂ. അതിന്റെ ലക്ഷണങ്ങളും അടയാളവും ഒക്കെ കിട്ടിയാൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ. എന്തുകൊണ്ടും മായ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? മായ അനുഭവിക്കുന്ന ഒരാൾ ലക്ഷണം പറഞ്ഞാലേ ഉള്ളൂ ഞാൻ മായയിലാണ് നിൽക്കുന്നത്, ഞാൻ എങ്ങനെ അറിയും? അല്ലെന്നല്ലേ എന്റെ വിചാരം. ഞാൻ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ ഒന്നും ബാധിക്കുന്നില്ല എന്നല്ലേ എന്റെ വിചാരം. അതെ. അപ്പൊ അതിന്റെ അടയാളം പറഞ്ഞു തന്നാൽ അവരെ തിരിച്ചറിയാൻ എളുപ്പമുണ്ടല്ലോ എന്ന് നമുക്ക് വേണ്ട ഒരു ചോദ്യം ഉച്ചവരെ ചോദിക്കുന്നത്. നമുക്കെല്ലാം ആവശ്യമുള്ളതാണ് സാറേ. എന്നിട്ട് വേണമല്ലോ ഇവിടെ ബാധിക്കാതെ ജീവിക്കാൻ. അതെ, എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ ബ്രഹ്മാവ് തന്നെ പറയുന്നത് ഞാൻ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് അതൊരു ബന്ധനം ഇല്ലാതിരിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. ഏത് കർമ്മവും ബന്ധഹേതുവായിട്ട് മാറിയാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. എങ്ങനെ അത് ബന്ധഹേതുവായിട്ട് മാറും എന്ന് പറയാം. അതാണ് ബദ്ധൻ, അതാണ് മുക്തൻ. ഓക്കെ സാർ, നല്ല ഇതാണ്. ഇനി അടുത്ത ഇന്ന് നല്ല സൂപ്പർ ഗഹനമായ ഈ ഏകാദശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇപ്പൊ. പണ്ട് ശരത് സാറിന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, അത് ഓർക്കുക. ഇത് അവിടെ തിരുവല്ലായി പറഞ്ഞ ഇതായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഉപസംഹരിക്കാം. ഓ
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശരി സാർ. നമസ്തേ സാർ. നന്ദി, നമസ്കാരം.